Our next topic, reserved constituencies. Our constitution entitles every citizen to elect her or his representative and to be elected as a representative. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻടൈറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നതാ എല്ലാ സിറ്റിസണിനും ഒന്നെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ ഇലക്ട് ചെയ്യാം, അതല്ല എങ്കിൽ അവർക്ക് തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇലക്ട് ചെയ്യപ്പെടാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ഷനിൽ മത്സരിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. The constitution makers, however, were worried that in an open electoral competition, certain weaker sections may not stand a good chance to get elected to the Lok Sabha and the state legislative assemblies. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വറി ഉണ്ടായിരുന്നു. എന്നതാ അത്? ഇങ്ങനെ ഒരു ഓപ്പൺ ഇലക്ട്രൽ കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് സൊസൈറ്റിയിലുള്ള ചില വീക്കർ സെക്ഷൻസിന്, അതായത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ സാമൂഹ്യമായിട്ടോ ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ചില മേഖലകളിലുള്ള ആൾക്കാർക്ക് ഈ ലോക്സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലുള്ള ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടുമെന്നുള്ളൊരു വറിയുണ്ടായിരുന്നു ഇവർക്ക്. ദേ മേ നോട്ട് ഹാവ് ദ റിക്വയർഡ് റിസോഴ്സസ്, എഡ്യൂക്കേഷൻ ആൻഡ് കോണ്ടാക്ട്സ് ടു കോണ്ടസ്റ്റ് ആൻഡ് വിൻ ഇലക്ഷൻസ് അഗെയിൻസ്റ്റ് അതേഴ്സ്. അതായത് മറ്റുള്ളവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇലക്ഷനിൽ നിൽക്കാനായിട്ടുള്ള റിക്വയർഡ് റിസോഴ്സ് ചിലപ്പോൾ അവർക്ക് കാണത്തില്ല, ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കോണ്ടാക്ട്സ് ഉണ്ടാവത്തില്ല. Those who are influential and resourceful may prevent them from winning elections. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, അതായത് മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ടും റിസോഴ്സും ഒക്കെ കയ്യിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഈ വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും. If that happens, our parliament and assemblies would be deprived of the voice of a significant section of our population. അപ്പോൾ എന്നതാ സംഭവിക്കുന്നത്? അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ പാർലമെൻറ്റോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് SC, ST, വുമൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ വോയിസിനെ എന്ത് ചെയ്യും? അവർ ഡിപ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ അടിച്ചമർത്തും, അല്ലെ അവരുടെ ആവശ്യങ്ങൾ മറ്റുള്ളവർ അറിയാതെ വരും. ദാറ്റ് വുഡ് മേക്ക് യുവർ ഡെമോക്രസി ലെസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ലെസ് ഡെമോക്രാറ്റിക്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഡെമോക്രസി എന്തായിട്ട് മാറും? ലെസ് റെപ്രസെൻറ്റേറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ പറയും റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് ഭരിക്കുന്ന ഒരു രാജ്യമില്ലേ നമ്മുടേത്. അപ്പോൾ ആ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ഈ രണ്ട് ഐഡിയാസിൻ്റെയും പ്രാധാന്യം കുറഞ്ഞു പോകും, അല്ലെങ്കിൽ രണ്ട് ഐഡിയാസും നമ്മുടെ രാജ്യത്ത് ശരിക്കും പൂർണ്ണ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. സോ the makers of our constitution thought of a special system or reserved constituencies for the weaker sections. ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് മിസ് പറയും, എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അപ്പോൾ എന്തുമാത്രം ചിന്തിച്ചിട്ടായിരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്, അല്ലേ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ള ഒരു പവർഫുൾ ഡെമോക്രസി ആയിട്ട് നമ്മുടെ രാജ്യം മാറുമോ എന്നുള്ളത് സംശയമാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരൊരു സ്പെഷ്യൽ സിസ്റ്റമോ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടന മുഖാന്തരം. Some constituencies are reserved for people who belong to the scheduled caste SC and scheduled tribes. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ചില കോൺസ്റ്റിറ്റ്യുവൻസികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല ഷെഡ്യൂൾഡ് ട്രൈബ്സ് പെട്ട ആൾക്കാർ മാത്രമേ അവിടെ മത്സരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ അതും ഇലക്ഷൻ ടൈമിൽ പത്രങ്ങളോ TV ന്യൂസോ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചില അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ചില പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളായിരിക്കും, അല്ലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് SCയോ STയോ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മത്സരിക്കാൻ പറ്റത്തുള്ളൂ, പുറത്തുനിന്നുള്ള ആൾക്ക് പറ്റില്ല. In a SC reserved constituency, only someone who belongs to the scheduled caste can stand for election. Similarly, only those belonging to the scheduled tribe can contest an election from a constituency reserved for ST. Currently, in the Lok Sabha, 84 seats are reserved for the scheduled caste and 47 for the scheduled tribes. As on January
26, 2019. This number is in proportion to their share in the total population. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ലോക്സഭ ഇലക്ഷനിൽ 84 സീറ്റ്സും അതേപോലെ തന്നെ 47 സീറ്റ്സും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനുമായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അത് എന്തിൻ്റെ ബേസിസിലാണ്? അവരുടെ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിനും ഷെഡ്യൂൾഡ് കാസ്റ്റിനുമുള്ള പോപ്പുലേഷൻ ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ പ്രപ്പോർഷൻ ഓഫ് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ അവരുടെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സീറ്റ് അവർക്ക് റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. Thus, the reserved seats for SC and ST do not take away the legitimate share of any other social group. This system of reservation was extended later to other weaker sections at the district and local level. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഓഫ് റിസർവേഷൻ എന്ന് പറയുന്നത് പിന്നീട് ഡിസ്ട്രിക്ട് ലോക്കൽ ലെവലിലുള്ള വീക്കർ സെക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇൻ മെനി സ്റ്റേറ്റ്സ് സീറ്റ്സ് ഇൻ റൂറൽ ആൻഡ് അർബൻ, റൂറൽ എന്ന് പറഞ്ഞ പഞ്ചായത്ത്, അർബൻ എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ്, ലോക്കൽ ബോഡീസ് ആർ നൗ റിസർവ്ഡ് ഫോർ അതർ ബാക്ക്വേർഡ് ക്ലാസസ് OBC as well. However, the proportion of seats reserved varies from state to state. Similarly, 1/3 of the seats are reserved in rural and urban local bodies for women candidates. അപ്പോൾ അതേപോലെ തന്നെ റൂറൽ ആൻഡ് അർബൻ ലോക്കൽ ബോഡികളിൽ 1/3 സീറ്റ് എന്ന് പറഞ്ഞാൽ വുമൻ കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ നമ്മൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം കൂടുതലും സ്ത്രീകളായിരിക്കും ഇലക്ഷന് നിൽക്കുന്നത് അല്ലേ. പക്ഷേ അസംബ്ലി ഇലക്ഷനോ ലോക്സഭ ഇലക്ഷനോ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ഇടയ്ക്കൊക്കെ മാത്രമേ സ്ത്രീകൾ ഇലക്ഷനിൽ മത്സരിക്കുന്നുള്ളൂ, ബാക്കി മുഴുവനും പുരുഷന്മാരായിരിക്കും മത്സരിക്കുന്നത്. We have discussed about what is our system of elections. From this topic, we have discussed about what is general election and what is by-election. And after that, we have learned ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആൻഡ് റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലേ. ഒരു ഇലക്ഷൻ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ രാജ്യത്തെ പല കോൺസ്റ്റിറ്റ്യുവൻസികളായിട്ട് ഡിവൈഡ് ചെയ്യണം. അത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുക, അതാണ് ആദ്യത്തെ കാര്യം. അതിൽ തന്നെ ആ ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ചിലത് എന്തായിരിക്കണം? റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, once a constituencies are decided, the next step is to decide who can and who cannot vote. അടുത്ത സ്റ്റെപ്പ് എന്നതാ? ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ ആർക്കൊക്കെയാണ് വോട്ട് ഇല്ലാത്തത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ our next topic, voters list. This decision cannot be left to anyone till the last day. In a democratic election, the list of those who are eligible to vote is prepared much before the election and given to everyone. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഇലക്ഷൻ്റെ തൊട്ട് തലേ ദിവസം അല്ല ചെയ്യുന്നത്, പിന്നെയോ കുറേ നാൾ മുമ്പേ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതായത് ആർക്കൊക്കെയാണ് വോട്ടവകാശം ഉള്ളതെന്നൊരു ലിസ്റ്റ് കൊണ്ടുവരും. ദ ലിസ്റ്റ് ഓഫ് ദോസ് ഹു ആർ എലിജിബിൾ ടു വോട്ട് ഈസ് പ്രിപ്പയർഡ് മച്ച് ബിഫോർ ദി ഇലക്ഷൻ ആൻഡ് ഗിവൺ ടു എവരി വൺ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ വോട്ടവകാശമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എല്ലാവരെയും കാണിക്കും. നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഇലക്ഷൻ വരുമ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് പാർട്ടിക്കാരൊക്കെ നമ്മുടെ വീടുകളിൽ വരും അല്ലേ. എന്നിട്ട് ചോദിക്കും ഇത്രയും വോട്ടുകളാണ് ഇവിടെ ഉള്ളത് അല്ലെ, എല്ലാവരുടെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവരുടെയും പേരുകൾ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടവകാശമുള്ള എല്ലാ ആൾക്കാരുടെയും ലിസ്റ്റ് കാണും. This list is officially called the electoral roll and is commonly known as the voters list. അപ്പോൾ ഈ ഒഫീഷ്യലി ഈ വോട്ടേഴ്സ് ലിസ്റ്റിന് പറയുന്ന പേരെന്നതാ? ഇലക്ട്രൽ റോൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ദി വോട്ടേഴ്സ് ലിസ്റ്റ്. This is an important step for it is linked to the first condition of a democratic election. Everyone should get an equal opportunity to choose representatives. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനോ ഡെമോക്രാറ്റിക് ഇലക്ഷനുമായിട്ട് എന്താ ലിങ്ക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്നാ? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എവ്രിവൺ ഷുഡ് ഗെറ്റ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ചൂസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുള്ളതല്ലേ. ഏർലിയർ we read about the principle of universal adult franchisee. In practice, it means that everyone should have one vote and each vote should have one value. No one should be denied the right to vote without a good reason. അപ്പോൾ ഒരാളെ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വോട്ടവകാശത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അതായത് 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടല്ലോ, അതിനാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സിറ്റിസൺസ് ഡിഫർ ഫ്രം വൺ അനദർ ഇൻ മെനി വേസ്. Some are rich, some are poor. Some are highly educated, some are not so educated or not educated at all. Some are kind, others are not so kind. But all of them are human beings with their own needs and views. That is why all of them deserve to have an equal say in decisions that affect them. അപ്പോൾ
നമുക്കറിയാം ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റിസൺസിനും അവർ ഡിഫറെൻ്റ് ആയിരിക്കും പല രീതിയിൽ. ചില ആൾക്കാർ റിച്ച് ആയിരിക്കാം, ചിലർ പുവർ ആയിരിക്കാം, ചിലർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, ചിലർക്ക് എഡ്യൂക്കേഷൻ കുറവായിരിക്കും, ചിലർക്ക് എഡ്യൂക്കേഷനേ കാണത്തില്ല. ചില ആൾക്കാർ കൈൻഡ് ആവാം, ചിലർ കൈൻഡ് അല്ലായിരിക്കാം, ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒത്തിരി വ്യത്യസ്തതകളുള്ള ആൾക്കാരാണെങ്കിലും അവരെല്ലാം ആരാണ്? ഹ്യൂമൻ ബീയിങ്സ് ആണ്. ദേ ഹാവ് ദെയർ ഓൺ നീഡ്സ് ആൻഡ് വ്യൂസ്. അതുകൊണ്ട് തന്നെ അവരെ കൂടെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരെ കൂടെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ജനങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന തീരുമാനങ്ങൾ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അവരെയും കൂടെ ബാധിക്കുന്നതാണ്. In our country, all the citizens aged 18 years and above can vote in an election. Every citizen has the right to vote, regardless of his or her caste, religion, or gender. Some criminals and persons with unsound mind can be denied the right to vote. അപ്പോൾ എല്ലാ ആൾക്കാരും ജെൻഡർ ഡിഫറൻസ് നോക്കാതെ അല്ലെങ്കിൽ കാസ്റ്റോ ഒന്നും നോക്കാതെ വോട്ടവകാശം കൊടുക്കുന്നുണ്ട്, റിലീജിയൻ ഒന്നും നോക്കാതെ വോട്ടവകാശം കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില ക്രിമിനൽസിനും അതേപോലെ അൺസൗണ്ട് മൈൻഡുള്ള മെൻ്റലി ഒക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും എന്ത് കൊടുക്കാറില്ല? വോട്ടവകാശം കൊടുക്കാറില്ല. ബട്ട് ഓൺലി ഇൻ റെയർ സിറ്റുവേഷൻ. പക്ഷേ അത് വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. It is the responsibility of the government to get the names of all the eligible voters put on the voters list. അപ്പോൾ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നതാ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ വോട്ടേഴ്സിന്റെയും പേരുകൾ എന്തിലുണ്ടായിരിക്കണം എന്നുള്ളത്, ഇലക്ട്രൽ റോളിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. As new persons attain voting age, names are added to the voters list. Names of those who move out of a place or those who are dead are deleted. അപ്പോൾ സാധാരണ എന്നതാ ചെയ്യുന്നത്? പുതിയ ആൾക്കാർ 18 വയസ്സ് തികഞ്ഞു വരുന്ന ആൾക്കാരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ രാജ്യം വിട്ടോ അല്ലെങ്കിൽ സ്ഥലം വിട്ടോ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേരും അതോടൊപ്പം മരണപ്പെടുന്ന ആൾക്കാരുടെ പേരും ഡിലീറ്റ് ചെയ്യും ലിസ്റ്റിൽ നിന്ന്. എ കംപ്ലീറ്റ് റിവിഷൻ ഓഫ് ദ ലിസ്റ്റ് ടേക്സ് പ്ലേസ് എവറി 5 years. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഇലക്ട്രൽ റോളിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ എന്ന് പറയുന്നത് എല്ലാ 5 years കൂടുമ്പോഴും ചെയ്യും. ദിസ് ഈസ് ഡൺ ടു എൻഷുർ ദാറ്റ് ഇറ്റ് റിമെയിൻസ് അപ് ടു ഡേറ്റ്. എന്തിനാണ് ചെയ്യുന്നത്? ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രൽ റോൾ എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ആക്കാനാണ് ചെയ്യുന്നത്. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എ ന്യൂ സിസ്റ്റം ഓഫ് ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഹാസ് ബീൻ ഇൻട്രഡ്യൂസ്ഡ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് വേറെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. EPIC എന്ന് പറയുന്ന ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്. നിങ്ങൾക്കറിയാം, തിരിച്ചറിയൽ കാർഡെന്ന് നമ്മൾ പറയും അല്ലേ. ദ ഗവൺമെന്റ് ഹാസ് ട്രൈ ടു ഗീവ് ദിസ് കാർഡ് ടു എവറി പേഴ്സൺ ഓൺ ദ വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പോൾ ഗവൺമെന്റ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നുണ്ട്. ദ വോട്ടേഴ്സ് ആർ റിക്വയർഡ് ടു ക്യാരി ദിസ് കാർഡ് വെൻ ദേ ഗോ ഔട്ട് ടു വോട്ട് സോ ദാറ്റ് നോ വൺ ക്യാൻ വോട്ട് ഫോർ സംവൺ എൽസ്. അപ്പോൾ ഈ 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ EPIC കിട്ടത്തുള്ളൂ കേട്ടോ. ആധാർ കാർഡ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ ഈ വോട്ടേഴ്സിന് ഇലക്ഷന് പോകുമ്പോൾ അല്ല വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേന് ഇവർക്ക് കാർഡുമായിട്ട് പോകാൻ പറ്റും. അങ്ങനെ വേറെ ആരും അവർക്ക് പകരമായിട്ട് വോട്ട് ചെയ്യില്ല. ബട്ട് ദ കാർഡ് ഈസ് നോട്ട് യെറ്റ് കമ്പൽസറി ഫോർ വോട്ടിങ്. പക്ഷേ ഇപ്പോൾ ഈ കാർഡ് എന്ന് പറഞ്ഞ് കമ്പൽസറി അല്ല. നമുക്കറിയാം പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്മുടെ ഫോട്ടോ ഐഡന്റിറ്റി ഉള്ള വേറെ ഏതെങ്കിലും കാർഡ് കൊടുത്താലും നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഫോർ വോട്ടിംഗ് ദ വോട്ടേഴ്സ് ക്യാൻ ഷോ മെനി അതർ പ്രൂഫ്സ് ഓഫ് ഐഡന്റിറ്റി ലൈക്ക് ദ റേഷൻ കാർഡ് ഓർ ദ ഡ്രൈവിംഗ് ലൈസൻസ്. Our next step is nomination of candidates. In a democratic election, people should have a real choice. This happens only when there are almost no restrictions on anyone to contest an election. അപ്പോൾ ജനങ്ങൾക്കൊരു റിയൽ ചോയ്സ് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾക്ക് പോലും എന്തുണ്ടാവാൻ പാടില്ല? റെസ്ട്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിൽ. ദിസ് ഈസ് വാട്ട് അവർ സിസ്റ്റം പ്രൊവൈഡ്സ്. എനിവൺ ഹു ക്യാൻ ബി എ വോട്ടർ ക്യാൻ ഓൾസോ ബിക്കം എ കാൻഡിഡേറ്റ് ഇൻ ഇലക്ഷൻസ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താ ചെയ്യുന്നത്? ഒരു വോട്ടർ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എന്തിനുള്ള അവകാശമുണ്ട്? ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആകാനുള്ള അവകാശമുണ്ട്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻ ഓർഡർ ടു ബി എ കാൻഡിഡേറ്റ് ദ മിനിമം ഏജ് ഈസ് 25 years while it is only 18 years for being a voter. There are some other restrictions on criminals etc. ഇത് കൂടാതെ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. ബട്ട് ദീസ് അപ്ലൈ ഇൻ വെരി എക്സ്ട്രീം കേസസ്. Political parties nominate their candidates who get the party symbol and support. Party's nomination is often called a party ticket. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾ നോമിനേറ്റ് ചെയ്യുന്നതിൽ അവർ പറയുന്ന ആൾക്കാരാണെങ്കിൽ
അവിടെ കാൻഡിഡേറ്റ്സിന് എന്ത് കിട്ടും? ആ പാർട്ടിയുടെ സിമ്പലും പാർട്ടിയുടെ സപ്പോർട്ടും കിട്ടും. നമ്മൾ ഇലക്ഷൻ്റെ ഇപ്പം വരുന്ന ഇലക്ഷനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാം ചില പാർട്ടികൾ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തുന്ന ഒരു വ്യക്തി കാണും, അല്ല കോൺഗ്രസ് പാർട്ടി നിർത്തുന്ന ഒരു വ്യക്തി കാണും. അവരൊക്കെ മത്സരിക്കുന്നത് ആ പാർട്ടിയുടെ സിമ്പലിലായിരിക്കും അല്ലേ. അപ്പോൾ ഈ പാർട്ടിയുടെ നോമിനേഷനെ പറയുന്ന പേര് പാർട്ടി ടിക്കറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. Every person who wishes to contest an election has to fill a nomination form and give some money as security deposit. അപ്പോൾ ഇലക്ഷനിൽ കോൺടെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യണം? ഒരു നോമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, അതായത് ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. ആൻഡ് ഗീവ് സം മണി ആസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കുറച്ച് പണം കൊടുക്കണം. റീസെൻ്റ്ലി എ ന്യൂ സിസ്റ്റം ഓഫ് ഡിക്ലറേഷൻ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡയറക്ഷൻ ഫ്രം ദ സുപ്രീം കോർട്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു പുതിയ സിസ്റ്റം ഓഫ് ഡിക്ലറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവറി കാൻഡിഡേറ്റ് ഹാസ് ടു മേക്ക് എ ലീഗൽ ഡിക്ലറേഷൻ, ഒരു ലീഗൽ ഡിക്ലറേഷൻ കൊടുക്കണം, ഗീവിങ് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് സീരിയസ് ക്രിമിനൽ കേസസ് പെൻഡിങ് അഗെയിൻസ്റ്റ് ദ കാൻഡിഡേറ്റ്. അതായത് അവരെക്കുറിച്ചുള്ള കുറച്ച് ഫുൾ ഡീറ്റെയിൽസ്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ക്രിമിനൽ കേസസ് പെൻഡിങ് ആയിട്ടല്ലേ, ക്രിമിനൽ കേസസ് ഉണ്ടോ, ഡീറ്റെയിൽസ് ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ കാൻഡിഡേറ്റ് ആൻഡ് ഹിസ് ഓർ ഹെർ ഫാമിലി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളും അതുപോലെ അദ്ദേഹത്തിനുള്ള ബാധ്യതകൾ അല്ലെ കടങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും കൊടുക്കണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. This information has to be made public. This provides an opportunity to the voters to make the decision on the basis of the information provided by the candidates. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ പബ്ലിക്കിന് കൊടുക്കും. ഇത് നമ്മൾ പത്രങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, പത്രങ്ങളിൽ വരും ഇങ്ങനെയുള്ള ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ അവരുടെ വസ്തുവകളുടെ കണക്ക്, എല്ലാവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പത്രങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റും.